എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പോർക്ക് വിന്താലു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതൊരു ഇൻഡോ പോർച്ചുഗീസ് ഡിഷാണ്. വളരെ പ്രത്യേക രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. അത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ പോർക്ക് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ബീഫ് എടുക്കാം. ബീഫ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് പോർക്കാണ്. 1/2 കിലോ പോർക്ക്, നെയ്യോട് കൂടിയുള്ള പോർക്കാണ്. അതുപോലെ തന്നെ കുറച്ച് എല്ലുള്ള കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് വിനീഗറൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കാണ്. ഇതിലേക്ക് നമ്മളിനി ഒരു മസാല പുരട്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 വറ്റൽമുളക്, ഞാനിവിടെ എരിയുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കാശ്മീരി മുളകാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5 വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി ഓപ്ഷണലാണ്, പക്ഷെ മല്ലി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുകാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ, മുഴുവനെ ഉള്ള ഉലുവയാണ്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴാണ് ഈ പോർക്ക് വിന്താലുവിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ഏലക്ക. ഒരുപാടൊന്നും വേണ്ട, ഒരുപാടിട്ടാലും മസാല കുത്ത് വരും. ഇനി ഇതിലേക്ക് 1 ഗ്രാമ്പൂ. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറുതീയിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതീയിലിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അപ്പോൾ നമ്മൾ ഇത് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൊരു 4 വലിയ ഉള്ളി വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം പീസിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 6 അല്ലി വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് പൊടിയായിട്ട് അരിഞ്ഞവിടെ വെക്കുക. ഇനി അത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പച്ചക്കെല്ലാം അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പച്ച ചൊവയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളെല്ലാം വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് 1 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മസാലയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക്, മല്ലി ആ കൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ആദ്യം ഇത് പൊടിച്ചെടുക്കുമ്പം നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിയാതെ കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിക്കണം. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു അച്ചാറിൻ്റെ ടേസ്റ്റുള്ളൊരു നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം ഇരിക്കാനും പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിനീഗർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് തിരുമിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മളൊരു പ്രഷർ കുക്കറിലാണ് പോർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പം ഈ മസാല ഇട്ട് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴാണ് ഈ മസാല കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. ഇനി നിങ്ങൾ ഓവർനൈറ്റ് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓവർനൈറ്റാണ് മാറ്റി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 മണിക്കൂറാണ് ഇത് മാറ്റി വെക്കുന്നത്. അതിന് മുൻപായിട്ട് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 3 മുതൽ 4 വിസിൽ വരെ നിങ്ങൾക്ക് അടുപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേവാനായിട്ട് അത്രയും മതി. നിങ്ങൾ വാങ്ങിക്കുന്ന പോർക്കിനനുസരിച്ചിട്ട് അതിൻ്റെ വിസിലിൻ്റെ നമ്പർ വേരി ചെയ്യാം. ഇപ്പം നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് അളിഞ്ഞു പോയിട്ടില്ല, പക്ഷേ നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ വേവിക്കാൻ നേരത്തെ എണ്ണയൊന്നും വെച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉള്ളി വഴറ്റി ചേർക്കണം. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ എടുക്കാവുന്നതാണ്, പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എരിവുള്ള മുളക് പൊടിയാണ്, പക്ഷേ ഒരു കളറ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിൽ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പോർക്കിൽ നിന്നുള്ള നെയ്യും വെള്ളവും എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. നമ്മൾ വിനീഗറും ഉലുവയും കടുകും ഒക്കെ അരച്ചിരിക്കുന്ന കാരണം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇത് തന്നെ ബീഫിൽ നിങ്ങൾക്ക് ചെയ്യാം, ചിക്കനിലും ചെയ്തെടുക്കാവുന്നതാണ്. അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ചാറ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ചാറിൻ്റെ ആവശ്യം ഇല്ല. അവസാനം ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ കറി ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിന് മുൻപ് ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ട് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്